എന്താണ് കരിമലയിലാ ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യും. ഐ ആം എ ഫൈറ്റർ. അത് സമയമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാകും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഇപ്പോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, രേണു സുധിക്ക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളിത് ഇന്നല്ല, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു ആധികാരികത ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചും സംസാരിച്ചില്ല. ഇപ്പോ ഒരു ഈ പറയും പോലെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ആ വോയിസിന്റെ ടോണ്, കാര്യങ്ങൾ, അതുപോലെ രേണു സുധി ഇപ്പോൾ ഒരു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറിയിലെ വരികളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് സത്യമാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഡിറ്റക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പാണ് ഈ ഒരു സംഭവം ഡിറ്റക്ട് ചെയ്തത്. അതായത് രേണു സുധി, ഞാനിപ്പോൾ രേണു സുധി എന്ന് വിളിക്കാൻ കാരണം ഇങ്ങനെ ഒരു അസുഖം വന്നവരെ ഇനി വീണ്ടും ആ പേരിട്ട് വിളിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് രണാസുന എന്നുള്ളൊരു പേര് മാറ്റി രേണു സുധി. കാരണം ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ, അത് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ പറയുമ്പോൾ ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണല്ലേ. ഈ ഒരു ക്യാൻസർ വന്നവര് പെടുന്ന പെടാപ്പാടുകളൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇനി എന്ത് തേങ്ങയെ ചെയ്തു ആ പരിസരത്തോടെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിന്റെ സത്യമാണോ മിഥ്യയാണോ എന്ന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ഇതിന് ശേഷം രേണു സുധിയുടെ കുറെ സാധനങ്ങൾ കാണുമ്പോൾ ഇതൊന്നും സത്യം അല്ലെന്ന് തോന്നുന്നു. കാരണം അമ്മാതിരി പൊടപ്പാണ് ഇപ്പോഴും കിടന്ന് പിടയ്ക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് അതിന്റെ വീഡിയോ ഇപ്പോൾ ലൈവില് വന്ന് പറഞ്ഞത്, ആ സ്റ്റോറി, അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പേ എന്തായിരുന്നു ആ വോയിസ്, അത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് കരിമലയിലാ ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന നമ്മുടെ അതുലിനൊക്കെ അറിയാലോ. അത് കരിമല ഹോസ്പിറ്റലില്ലേ, മറ്റേ ഇത് പോയല്ലോ. കരിമല ഹോസ്പിറ്റലില്ലേ, കരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്. അപ്പോ കരിമല എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിന് ചെന്നിരുന്നു. ഈ പെൺകുട്ടി, വിളിച്ച പെൺകുട്ടിയുടെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. ഇവരുടെ ആ ടോൺ ഉണ്ടല്ലോ, അവർ പറയുന്ന ഒരു കള്ളം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ പറയുന്ന ടോണിൽ എനിക്ക് തോന്നുന്നു സത്യമാണ്, ഇതൊരു ഫേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. കരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല് അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. മറ്റേ അബ്ദുൽ ബ്ലോക്സ് ഇല്ലേ, അവന് അറിഞ്ഞത് ഞാൻ നേരത്തൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തുതരാം. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഒരാഴ്ച? ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോ ഇവർ ഈ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജെന്യൂൻ അതുലിനെ, നമ്മുടെ അതുൽ ബ്ലോഗിന് അറിയാമെന്ന് പറയുന്നു. അവൻ നേരത്തെ അറിഞ്ഞത് നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ഈ സംഭവം അറിഞ്ഞതാണ്. അതിന് മുമ്പേ നമുക്കിവിടെ രേണു സുധിയുടെ ഒരു സ്റ്റോറി ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പായിട്ട് ഒരു സ്റ്റോറിയാണ്. ഐ ആം എ ഫൈറ്റർ. അത് സമയമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാകും എന്നുള്ള രീതിയിൽ, സമയമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കും എന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് താഴെ ഒരുപാട്, കാരണം ഇതിങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഐ ആം എ ഫൈറ്റർ, ഇതുപോലുള്ള വൃത്തികേടുകളും ഈ പറയുന്ന ഉള്ളിയൊക്കെ സംഭവം കാണിച്ചിട്ട് ഐ ആം എ ഫൈറ്റർ എന്ന് പറഞ്ഞിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് താഴെ നെഗറ്റീവ് കമന്റുകൾ ആയിരിക്കാൻ വരുന്നത്. അതിനകത്ത് തായും പൂയും തമ്പയ്ക്കും മായും ചേർത്തുകൊണ്ട് പൂര തെറിയാണ് വിളിക്കുന്നത്. ഈ സാധനമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ കർമ്മയാണെന്ന് തോന്നിപ്പോകും. മനസ്സിലായി, ഇതൊക്കെ എന്തൊക്കെ നിങ്ങൾ ചെയ്ത് ഇതിന്റെ കർമ്മയാണ് താങ്കൾക്ക് കിട്ടുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പിന്നീടുള്ളത്. കാരണം ഇതൊരു 2 മാസം മുമ്പാണ് ഈ ഒരു സംഭവം എന്ത് ചെയ്തത് ഇവരെ അറിയുന്നത്. ഈ ഒരു അപരാധം തുടങ്ങിയിട്ട് വർഷങ്ങളായി, അത് വേറെ കേസ്. ഒരു 2 മാസം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഈ അപരാധ തലത്തിന് ഒരു കുറവുമില്ല. ഇനി
നമ്മുടെ ഒരു മൈൻഡ് അനുസരിച്ചിട്ട് ഇനി എന്ത് തേങ്ങ ആയിക്കൊണ്ട് പോട്ട്, എന്തും ആയിക്കോട്ടെ, ആ പരിസരത്തോട്ടേ നോക്കണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ വേറൊരു സത്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകാര് റിയാക്ട് ചെയ്തില്ലെങ്കിൽ രേണുസുതിയും ഇല്ല എന്നുള്ളൊരു പരമാർത്ഥം അവിടെ ഉണ്ട്. ബാക്കിയുള്ളവർ അവരെങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ഇനി ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് കുറച്ചു മുമ്പേ ഈ രേണുസുതി ഇട്ട ഒരു ലൈവും കൂടിയുണ്ട്. ആ ലൈവും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ. നിങ്ങളൊക്കെ എന്നെ ഇഷ്ടമുള്ളവരാണോ ഇതിനകത്തുള്ളത്? എന്നെ ഇഷ്ടമുള്ളവരൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇഷ്ടമില്ലാത്തവർ ഇഷ്ടമില്ലാന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ സബിലുള്ളവർക്ക്? ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ സബ് ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു. പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇഷ്ടമില്ലാത്തവരുണ്ട്. ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടില്ലാത്ത നാറി ഇതിനകത്ത് കയറിയിരിപ്പുണ്ട്. സോ അവൻ ഇപ്പൊ തന്നെ ഇത് എന്താ പറയാ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. സോ അവൻ ഇപ്പൊ തന്നെ ഇത് ലൈവ് പോസ്റ്റ് ചെയ്യും. ഓക്കെ. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെയൊക്കെ എന്താണ്, അവനൊക്കെ റീച്ച് മാത്രമാണ് അവൻ്റെയൊക്കെ ലക്ഷ്യം. എന്നാൽ വേറൊരാളുടെ ലൈവിൽ കയറിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഒരുപാട് ഗേൾസ് ലേഡീസ് ഉണ്ട്. എടാ ചുണയുണ്ടെങ്കിൽ മനു നാറി ചെറ്റ്, നമുക്ക് ചുണയുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡീസിൻ്റെയോ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ലൈവിൽ ചെന്നിട്ട് ലൈവ് എടുത്തിട്ട് നീ പുറത്ത് വിടണം. നീക്ക് വിവരം അറിയും. നടക്കത്തില്ല. രേണുസുതിക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കണം. താങ്ക് യു സോ മച്ച് ഡിയർ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഈ പറഞ്ഞ ലൈവിൽ വന്ന അർമാദിക്കുന്നത്. ഈ ഒരു സാധനമൊക്കെ കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പോകുന്നതാണ്. ഇനി ഇങ്ങനൊരു അസുഖം ഉണ്ടെങ്കിൽ ആ വഴിക്ക് നമ്മൾ പോകുന്നില്ല. എന്ത് അപരാധവും ചെയ്തു, ഒരുപാട് പേര് അപരാധങ്ങൾ ചെയ്ത് ജീവിക്കുന്നു, അതുപോലെ ജീവിക്കട്ടെ എന്നുള്ളതാണ്. മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു കിച്ചുവിന് നമ്മൾ ഒന്നും റീസെന്റ് റീലുകൾ കണ്ടു. ഈ പറയുന്ന രേണുസുതിയുടെ കൂടുതൽ വെറുപ്പ് തോന്നാൻ കാരണം ഇപ്പോ കിച്ചു ഇപ്പൊ പുതിയൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നു. അതിനുശേഷമൊക്കെ ഒരുവിധം പച്ച പിടിച്ചു പോകുന്നു. അതിനുശേഷം ഈ രേണുസുതി വെറുതെ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. അതായത് ഞാൻ എൻ്റെ സുധിയുടെ മൂത്ത മകന്റെ, സുധിച്ചേട്ടന്റെ മൂത്ത മകൻ, പണ്ട് എൻ്റെ സ്വന്തം മകനാണ്. ഇപ്പൊ സുധിച്ചേട്ടൻ, അത് ആരും ചോദിക്കാൻ നമുക്ക് വേണമെങ്കിൽ വിടാം, അവോയ്ഡ് ചെയ്യായിരുന്നു. അതായത് ഞാനിപ്പോൾ അവൻ അങ്ങനെയാണ് കാണുന്നത് എന്ന് മറ്റുള്ളവരെ അറിയിക്കണം. അതുകൊണ്ട് തൻ്റെ മനസ്സിനകത്തുള്ള ഒരു അസൂയുണ്ട്. അവനിപ്പോൾ ഇനാഗുറേഷൻ കിട്ടുന്നു, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പുതിയ സംരംഭം ഒക്കെ തുടങ്ങാൻ പോകുന്നു, ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതൊക്കെ അവൻ തുടങ്ങാൻ പോകുന്നു. അപ്പൊ അതിന്റെ ഒരു ഉള്ളിനകത്ത് കിടക്കുന്ന ഒരു കുശുമ്പാണ് പുറത്തു വന്നത്. അതായത് സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെ ഇട്ട വീഡിയോയുടെ താഴിൽ ഒരാൾ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നു, എന്താണ്, അനിയൻ ഋതപ്പന് ഈ പറയുന്ന രേണുസുതിയിൽ നിന്ന് രക്ഷിക്ക്. ആ കമന്റ് അവിടെ പോയി അവന്റെ കമന്റ് ബോക്സിൽ പോയി അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരോ കിട്ടാൻ ആ കമന്റിനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അവൻ റിപ്ലൈ കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒരു ആവശ്യമില്ല. എന്നിട്ട് അതിനകത്ത് പറയുന്നതാണ്, നീയൊക്കെ എന്തുകൊണ്ട് അവന് ഋതപ്പന് ഒരു ബാഗ് വാങ്ങിച്ചു കൊടുത്തില്ല? വീണ്ടും തെണ്ടുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് എവരുടെ കമന്റ് ബോക്സിൽ വന്നതല്ല, അല്ലെങ്കിൽ എവരുടെ വീഡിയോക്ക് താഴെ വന്ന കമന്റ് ഒന്നുമില്ല. അത് ഈ പറയുന്ന കിച്ചു ഇട്ട അവിടെ കമന്റിൽ ആരോഗ്യം തേടി പിടിച്ചുകൊണ്ട്, അപ്പൊ അതായത് അത് തേടി പിടിച്ചെടുക്കുക, ഇങ്ങനെ ഒരു സാധനം കൊടുക്കണം. അതുമല്ല, ഇന്നലെ മറ്റൊരു റീലുണ്ട്, കാറിനകത്തോട്ട് കയറുമ്പോൾ കിച്ചു ആണോ അതിനകത്ത് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയുക, കിച്ചു എന്ന് ഇതിനകത്തിരിക്കണം. അപ്പൊ അവരുടെ ആ മുഖഭാവം മാറുന്നവർ അത്രയ്ക്ക് വെറുപ്പ് ഈ പറയുന്ന ഇപ്പോ കിച്ചുവിനോട് തോന്നി തുടങ്ങി. അപ്പൊ കിച്ചു മുമ്പ് പറഞ്ഞതൊക്കെ സത്യമാവുകയാണ് അല്ലെ, മുമ്പ് കല്യാണ സമയത്ത് എങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ സത്യമാവുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഇനി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയും, ഇത് അറിയുമ്പോൾ ഇത് സത്യം. ഇതിപ്പോ ഈ പറയുന്ന രേണുസുതി തന്നെ ഇത് വന്ന് വെളിപ്പെടുത്തുമെന്നൊക്കെയാണ് അറിയുന്നത്. ചിലപ്പോൾ അവൾ തന്നെ വന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് പറയുമായിരിക്കാം എന്നുള്ളതാണ്. ഇത് വന്നത് ഒരു 2 മാസം കൊണ്ടാണ്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പറയാനും പറ്റത്തില്ല. പക്ഷെ അത് വിട്, എന്തോ ആയിക്കോട്ടെ എന്നേ എനിക്കിത് പറയാനുള്ളൂ. കാരണം മുമ്പേ വന്നൊരു സാധനം 2 മാസം കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ സ്വന്തമായി സ്വമേധയാ ചിന്തിച്ച് മനസ്സിലാക്കുക. നമുക്ക് വീണ്ടും കാണാം.
ജയ് ഹിന്ദ്.